പക്ഷെ എതിർ സ്ഥാനാർത്ഥി സ്ഥിതി എന്താണ്? അദ്ദേഹം നമുക്ക് എല്ലാത്തിനും അറിയാം, മധ്യ തിരുവിതാംകൂറിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം പോത്തുകല്ലിൽ താമസം ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് നമുക്ക് എല്ലാത്തിനും അറിയാവുമ്പോൾ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സ്വരാജ്. എനിക്ക് സ്വരാജിനെ അറിയാം. സ്വരാജാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ആ സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ കവളപ്പാറയിൽ അന്ന് പ്രളയമുണ്ടായപ്പോൾ, ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങളൊക്കെ ദിവസങ്ങളോളം ഓടി ഉണ്ടായിരുന്നു. ഒരൊറ്റ ദിവസം പോലും ഈ പോത്തുകല്ലിലാണ് ഈ പറയുന്ന കവളപ്പാറ എന്ന സ്ഥലത്ത് പോത്തുകല്ലുകാരനായിട്ട് പോലും അവിടെ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞങ്ങളൊക്കെ തന്നെ കണ്ടതാണ്. അങ്ങോട്ടേക്ക് ആ സന്ദർഭത്തിൽ പോലും, ആ പ്രളയജലം കൊണ്ട് ജനങ്ങളെങ്ങനെ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ് ജനപ്രതിനിധി രൂപത്തിൽ അവിടെ CPM അവതരിപ്പിച്ചെങ്കിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല എന്ന് ഞാൻ പറയട്ടെ. യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. ശരിയാണ്, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കുറെ അണികളൊക്കെ ഉണ്ട്, അതും ശരി തന്നെയാണ്. ഇതൊക്കെ തന്നെയാണെങ്കിൽ പോലും നിലമ്പൂരുമായിട്ട് അദ്ദേഹത്തിന് ആ രൂപത്തിലുള്ള ഒരു വൈകാരികമായ ബന്ധം അവകാശപ്പെടില്ല. അവിടെയല്ലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. തൃപ്പൂണിത്തുറയിൽ പോയി അദ്ദേഹം ഒരു നേരിയ വോട്ടിന് ആദ്യം ജയിച്ചു. രണ്ടാമത്തെ തവണ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടും കെ ബാബുവിനെതിരായിട്ട് അദ്ദേഹത്തിന് മത്സരിച്ചിട്ട് അദ്ദേഹത്തെ വിജയിക്കാൻ സാധിച്ചു. കാരണം ആദ്യം വിജയിച്ച ശേഷം അദ്ദേഹം പിന്നീട് അങ്ങോട്ട് പോകാറില്ല. ആ നിയോജകമണ്ഡലത്തെ അദ്ദേഹം നോക്കാറില്ല. ഇതാണ് അദ്ദേഹം സ്വഭാവം ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മാതൃകാ പുരുഷനാരാണ്? സാക്ഷാൽ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ മാതൃകാ പുരുഷനായി കണ്ടുകൊണ്ടാണ് അദ്ദേഹം സഖാവ് VS അച്യുതാനന്ദൻ, പ്രായമേറിയ മനുഷ്യൻ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വേദിയിലെത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ അധിക്ഷേപകരമായ ആ പ്രസംഗങ്ങൾ ഓർക്കണം. ഒരു പ്രസംഗം മാത്രമല്ല, എല്ലാവരെയും അധിക്ഷേപിക്കും, എല്ലാവരെയും അദ്ദേഹം പുച്ഛിക്കും. പിണറായി വിജയനേക്കാൾ അഹങ്കാരവും പിണറായി വിജയനേക്കാൾ ജനങ്ങളുടെ പുച്ഛവുമാണ് ഈ ചെറുപ്പക്കാരെന്ന കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? CPM-ന്റെ സൈബർ സംഘടന നയിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ഈ മനുഷ്യനാണെന്ന കാര്യം നിങ്ങൾ ആലോചിക്കുന്നു. അദ്ദേഹം ദേശാഭിമാനിയുടെ റെസിഡന്റായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം രാഷ്ട്രീയ പ്രതിയോഗികളെ സൈബർ ഇടങ്ങളിൽ എതിർക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്ന മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് വിലയിരുത്താൻ സാധിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പരാജയപ്പെടുത്തേണ്ടത് നമ്മുടെയൊക്കെ തന്നെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നമ്മളെല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ട് നിലമ്പൂരിലേക്ക് പോകാൻ സാധിക്കുന്ന ആൾ പോകണം. ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ തന്നെ വോട്ടുകൾ സമാഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ, അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു റിഹേഴ്സലായിട്ടാണ് ഞാൻ കാണുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആര്യാടൻ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട മകൻ ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്ന് വിജയിച്ചു വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മൂന്നാം പിണറായി സർക്കാർ ഒരിക്കലും കേരളത്തിൽ നാളെ അവിടെ വിജയം ആവർത്തിക്കില്ല. ഒരിക്കലും അവർക്ക് ആവർത്തിക്കാൻ സാധിക്കില്ല. ഇത് CPM-ന്റെ അവസാനത്തെ ഭരണമായിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളൊക്കെ തന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത്തരമൊരു ചടങ്ങിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് നേതാക്കന്മാർക്ക് നിങ്ങൾ ഒരുക്കിയ ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും അവസരമുണ്ടാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ച പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.